Hi friends, welcome back to our YouTube channel. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എവിടെയാന്ന് വെച്ചാൽ ഉമ്മൽക്കോയിൽ സൂവിലാട്ടോ വന്നിരിക്കുന്നത്. മറ്റു സൂകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. എന്താന്ന് വെച്ചാൽ നമുക്ക് അനിമൽസിനെ തൊട്ടടുത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ അവരെ ഫീഡ് ചെയ്യാനും സാധിക്കും. അപ്പം ഇവിടെ ഒരാൾക്ക് പെർ ഹെഡ് 25 dirhams ആണ് വരുന്നത്. അതുപോലെ തന്നെ അനിമൽസിനെ ഫീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവിടെ പുല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിന് 5 dirhams ആട്ടോ വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങള് ഉമ്മൽക്കോയിൽ സൂവിലെത്തി ഇവിടുത്തെ സൂവൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, കുറച്ച് പുല്ലൊക്കെ വാങ്ങിച്ചു. ആദ്യത്തെ എൻ്റെ പുല്ല് കൊടുക്കൽ ജിറാഫിനാട്ടോ. അടുത്ത് വന്നപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇത് പിടിച്ച് കടിക്കുമെന്നൊക്കെ. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ജിറാഫ് ആയപ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരിയോടെ നല്ല ധൈര്യമായിട്ടോ പോയി നിൽക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ജിറാഫിന് പുല്ലൊക്കെ കൊടുത്തു. പിന്നെ അടുത്തത് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്നത് മാനിന്റെ അടുത്തേക്കാട്ടോ. അപ്പം മാനുകളുടെ അടുത്ത് പോയി കുറച്ചു നേരം അതിന് പുല്ലൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങള് മൊത്തത്തിൽ ഒന്ന് കറങ്ങി. പിന്നെ അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് മൺഡേ ടു തേഴ്സ്ഡേ വരെ 8 AM to 8 PM പിന്നെ വീക്കെൻഡ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേയും 8 AM to 10 PM വരെ ഉണ്ട് കേട്ടോ. നിങ്ങൾ മാത്രമല്ല കേട്ടോ, അവിടെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ അവിടെ തത്താനെ കണ്ടു. അപ്പൊ തത്താനെ നമുക്ക് കയ്യിലെടുത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് തത്താനെ പിടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിരുന്നേ. അതിങ്ങനെ കൊത്താൻ വരുന്നതിലൊക്കെ തോന്നി. അപ്പം ഞാൻ ഭയങ്കര പേടിച്ച് മാറുന്നു. പക്ഷെ ഇച്ചയൊക്കെ അവിടെ തത്തേനെ എടുത്ത് നിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് അല്ലാത്ത ഇങ്ങനെ കുഞ്ഞു മൃഗങ്ങളുടെയൊക്കെ എടുത്ത് നമ്മൾക്ക് കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് പെർ ഹെഡ് 300 dirhams കാര്യങ്ങളൊക്കെയാണ് ഫീഡിങ്ങിന് എല്ലാത്തിനും അവർ പൈസ ഈടാക്കുന്നത്. അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു തടാകവും കാര്യങ്ങളെല്ലാം അതിന്റെ നടുക്കായിട്ടുണ്ട്. അപ്പൊ അതിന് ചുറ്റും ഇങ്ങനെ അവര് മൃഗങ്ങളുടെ ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചിമ്പാൻസിക്കുട്ടനെ കണ്ടത്. അപ്പൊ ചിമ്പാൻസിക്കുട്ടൻ ഇങ്ങനെ വിശന്ന് വലിഞ്ഞൊക്കെ ഇരിക്കാറ്. അപ്പൊ ഞങ്ങളുടെ കയ്യിലൊരു മിഠായി ഉണ്ടായിരുന്നേ. അപ്പൊ ഇജുസ് ആ മിഠായി കൊടുത്തപ്പോൾ ആശാൻ അതിങ്ങനെ കടിച്ച് ചവച്ച് തിന്നു കേട്ടോ. വെള്ളത്തിന്റെ ഒരു കുപ്പി കൊടുത്തപ്പോൾ ആശാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതെടുത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും പുള്ളി വെള്ളം കുടിക്കലൊക്കെ ആയി. പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പുള്ളി കൂടെ നിന്ന് തരികയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഫിഷുകളെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നല്ല പല നിറത്തിലുള്ള ഫിഷുകളും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിക്കടെ അരയണ്ണം, പിന്നെ നമ്മുടെ വലിയ സിംഹക്കൊട്ടനെ കണ്ടു. സിംഹക്കൊട്ടനെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് പേടിയൊക്കെ ആയിട്ടോ. അവിടെ ഒന്നല്ല മൂന്ന് തരം സിംഹങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ 300 dirhams അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ അവർ ഫീഡ് ചെയ്യാനും അതൊക്കെ നമുക്ക് അവസരം അവർ ഒരുക്കി തരും. അങ്ങനെ പിന്നെ കുറേ മൃഗങ്ങളെ എല്ലാം കണ്ട്. പക്ഷെ ചൂടുള്ള സമയത്ത് നമ്മൾ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഭയങ്കര പുറത്തേക്കിടെയാണ് നടക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഗുഹ പോലെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാകും നമുക്ക് ആദ്യം അകത്തേക്ക് കയറുമ്പോൾ. പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെട്ടം കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നല്ല രസമായിരുന്നു, ടോട്ടലി രസമായിരുന്നു. ഫുൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ചൂട് അനുഭവിച്ചില്ല. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഈ വെയിലാറിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. വൈകുന്നേരം ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും അവരത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് അവിടെ ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. എങ്കിലും നമുക്ക് വെള്ളം കാര്യങ്ങളെല്ലാം വാങ്ങാനും അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പുറത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു അഗെയിൻ.